ചങ്ങായിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? മലപ്പുറത്ത് കുംഭമേള വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ തന്നെ വളരെ ഗംഭീരമായി ഭംഗിയായി അവസാനിച്ചു. പക്ഷേ ഈ കുംഭമേള കഴിഞ്ഞതിന് ശേഷം ഒരു സ്വാമി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പാടില്ല, അത്രക്കും വലിയ നീചമായ നികൃഷ്ടമായ വർഗീയത പറഞ്ഞ ഈ സ്വാമിയെ സ്വാമി എന്നൊരിക്കലും പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചെറ്റ വർഗീയവൽക്കരിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഈ കുംഭമേളയ്ക്ക് വേണ്ടി ഒരുപാട് മുസ്ലിങ്ങൾ സഹായമായിട്ടും പണമായിട്ടും അതുപോലെ ആ കുംഭമേള കാണാൻ വന്നവർക്ക് വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ അവർക്കുള്ള ഭക്ഷണമായാലും അവർക്കവിടെ ഉറങ്ങാനും ഒരുപാട് സൗകര്യങ്ങൾ ഈ മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടേറെ സഹായങ്ങൾ ഈ കുംഭമേളയ്ക്ക് വേണ്ടി മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്വാമി അതൊന്നും കണ്ടില്ല. ആദ്യം നമുക്ക് ഈ സ്വാമി മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ പ്രസംഗം നടത്തിയത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടുവരാം. അതിനുശേഷം നമ്മുടെ ഉസ്താദ് അൻസാരി ഉസ്താദ് ഈ സ്വാമിക്ക്, ഈ ചെറ്റ സ്വാമിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി നമുക്ക് കേൾക്കാം. ഇണങ്ങി പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്, പലരും പല വേദികളിൽ നിന്നും പറയുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു, മതമാണ്, മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്, ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആൾ തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ബുദ്ധിയിലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ചിന്തിക്കൂ. നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ചങ്ങായിമാരെ, സ്വാമിയുടെ പച്ച വർഗീയത നിങ്ങൾ കേട്ടില്ലേ? സ്വാമിയെ മലപ്പുറത്തിന്റെ തനിമ, ആ മതസൗഹാർദ്ദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല. നല്ലവരായ ഹിന്ദുക്കൾക്കറിയാം അവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണെന്ന്. കുംഭമേള പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കറിയാം അവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റവും അവിടുത്തെ മുസ്ലിമിൻ്റെ സ്വഭാവവും അവിടെ എങ്ങനെയൊക്കെയാണ് എന്ന് ഇവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഒരിക്കലും അങ്ങയുടെ ഈ പ്രസംഗം ഒരിക്കലും അവർ ഉൾക്കൊള്ളില്ല. മലപ്പുറത്ത് എല്ലാ മതക്കാരും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ജീവിക്കുന്നത്. ഈ സ്വാമിക്ക് മറുപടിയായി അൻസാരി ഉസ്താദ് ഒരു ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാം. ഇണങ്ങി പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ പള്ളിയുടെ അയൽവാസിയായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചേച്ചിയുടെ മകള് കിഡ്നി സംബന്ധമായ പ്രതിസന്ധി കാരണം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചികിത്സക്ക് പണമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പോകുന്ന ആളുകളെല്ലാം ഒരാളും ഉപേക്ഷ വിചാരിക്കരുത്. കയ്യിലുള്ളത് അവരെ കൊടുത്ത് സഹായിക്കണം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. ഏത് മനുഷ്യന്റെയും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും നമ്മളൊരു തണലാകുന്നു പോകും. 70 കൊല്ലം പള്ളിയിൽ ഇഅ്തികാഫിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ 70 കൊല്ലത്തെ ഇഅ്തികാഫിന്റെ കൂലി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തിൽ ഒരു വിഹിതം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആ കുട്ടിയുടെ കിഡ്നി, അതിന് ഡയാലിസിസ് സംബന്ധമായ ചികിത്സക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ഹിന്ദുക്കളും ഉണർത്തിക്കും, മുഴുവൻ ഹിന്ദുക്കളും ഉണർത്തിക്കും. അപ്പോഴും ഒരു കാര്യം വിചാരിക്കണം, നിങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളല്ലാത്ത പാവപ്പെട്ട അനേകായിരം വരുന്ന ഹിന്ദുക്കൾ പള്ളിമുറ്റത്താണ്. ഇത് കൊടുത്തിട്ട് പറയില്ല. മനുഷ്യൻ
അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനസ്സിലാകാത്ത നിങ്ങളൊക്കെ പോലുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നത് മുസ്ലിങ്ങളെ സൂക്ഷിക്കണം, മലപ്പുറം സൂക്ഷിക്കണം. ഇവിടെ മനുഷ്യന്റെ പ്രശ്നം അതല്ല സ്വാമി. മനുഷ്യന്റെ പ്രശ്നം എന്നുള്ളത് വിശപ്പ്, കടം, രോഗം, ഇങ്ങനെ തുടങ്ങി 100,000 പ്രശ്നങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. അതിനിടയിലാണ് നിങ്ങൾ മുസ്ലിം രാവിലെ പോലെ ഇറങ്ങുന്നത്. ഇത് കണ്ട, ഇതെന്റെ വരദമോള്. ഞാൻ പലപ്പോഴും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇത് കണ്ട, ഈ വീട് കണ്ട നിങ്ങൾ, ഇതെന്റെ വരദമോടെ വീടാ. ഇതിനകത്ത് 99% ഫണ്ട് തന്നിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു പോയി, കടം കാരണം മരണപ്പെട്ടു പോയത്. അവരുടെ അമ്മ നമ്മളെ വന്ന് കാണുകയും അത് സംബന്ധിയായുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പറയുകയും സമൂഹത്തോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പള്ളിയിലടക്കം പിരിവ് നടത്തിയിട്ടാണ് അവരുടെ ഈ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം പൂർത്തിയാകാറേ. നിങ്ങൾക്ക് ഇപ്പോഴും ഇതേ പറയാനുള്ള, നിങ്ങൾക്ക് ഇതേ സംസാരിക്കാനുള്ള, മനുഷ്യർക്ക് മടുക്കുന്നില്ലേ? മനുഷ്യർക്ക് വെറുപ്പ് തോന്നില്ലേ? ഈ വെറുപ്പിന്റെ അധ്യായങ്ങളും ഈ വെറുപ്പിന്റെ അധ്യാപനങ്ങളും തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞതിന് എന്ത് ഗുണം? എത്ര ഹിന്ദുക്കൾ ഇതുപോലെ പ്രതിസന്ധി അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. മുസ്ലിമീങ്ങളും ഇല്ലെന്നല്ല പറഞ്ഞു. ഈ നാടെന്ന് പറഞ്ഞാൽ ക്ഷേത്രോത്സവം കഴിഞ്ഞ് ബാക്കി വന്ന പൈസ കൊണ്ട് മുസൽമാന്റെ കടം തീർത്ത നാടായത്. പള്ളിക്കമ്മിറ്റി, അമ്പലക്കമ്മിറ്റിയും കൂടെ ചേർന്ന് കിഡ്നി രോഗിക്ക് വേണ്ടി പിരിവ് നടത്തിയ നാടായത്. അങ്ങനെ 100,000 സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ദിനംപ്രതി നടക്കുന്നു. അതുകൊണ്ട് എൻ്റെ സ്വാമിയോട് എനിക്ക് സ്നേഹത്തെ പറഞ്ഞു, നിങ്ങൾ കുംഭമേള തുടങ്ങിയപ്പോൾ തന്നെ ആരാണ്ടേക്ക് അച്ഛനും അപ്പാക്കും ഒക്കെ വിളിക്കുന്നുണ്ട്. കുംഭമേള തീർന്നപ്പോഴും ഇങ്ങനെ വിളിക്കും. ഒരു ഭാഗത്ത് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ് വളരെ മനോഹരമായി, യുപിയിൽ നടന്നതിനെക്കാട്ടി മനോഹരമായി കുംഭമേള മലപ്പുറം ജില്ലയിൽ തിരുനാവായി നടന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? ആദ്യഘട്ടത്തിൽ തടസ്സമുണ്ടാക്കിയതൊക്കെ ഗവൺമെന്റ് നിയമപരമായ പ്രശ്നങ്ങളല്ലേ, ഗവൺമെന്റ് ഭാഗത്തു നിന്ന് തടസ്സമല്ലേ? എന്നിട്ട് മുസ്ലിമീങ്ങളെ പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ പറഞ്ഞ് കുംഭമേളയിൽ ഇടതിനും വലതിനും വരാതിരുന്നത് ജിഹാദികൾ കാരണമാണ്. ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഒരു രോമത്തിന്റെ വില പോലും ഞങ്ങൾ തരത്തില്ല. പിന്നെ നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഈ നരമ്പ് വലിഞ്ഞു മുറുകുന്നല്ലാതെ ഇവിടെ ഒരു മുസൽമാനും ഇതൊന്നും കേട്ടിട്ട് തുള്ളാനോ പിടിക്കാനൊന്നും വരത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്കൊക്കെ വേറെ പണിയുണ്ട്, ഞങ്ങൾക്ക് 100,000 കാര്യങ്ങൾ വേറെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ അതപ്പതിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. ഇതൊറ്റ കാരണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഇപ്പൊ ശശികല ടീച്ചർ അടക്കം പറഞ്ഞില്ലേ, ഒരു റമദാൻ വരുമ്പോൾ തന്നെ മുസ്ലിം സമൂഹത്തിന് എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപയാണ് സക്കാത്ത് ഫണ്ടാണ് ഇവിടെയുള്ള നിർധനരായ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത്. പലതരത്തിലും മുസൽമാന്റെ ഏതൊരു ആഘോഷത്തിലും അപരനൊരു ആശ്വാസം നൽകുന്നുണ്ട്. നിങ്ങളുടെ ആഘോഷങ്ങളെ നമ്മൾ ഹനിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നുമില്ല, മനോഹരമായിട്ട് നടത്തിയല്ലോ. ഈ മുസൽമാന്റെ ആഘോഷത്തെ കുറിച്ച് പറയാം. മുസൽമാന്റെ ആഘോഷങ്ങളിലെല്ലാം അപരനൊരു ആശ്വാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം നോമ്പ് വരാൻ പോവാണ്. എൻ്റെ നാട്ടിൽ കുമ്പളത്തെ സീൻ എന്ന് പറയുന്നൊരു സഹോദരൻ റമദാന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ നാട്ടിലുണ്ട്, അവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, കൂടുതൽ മുസ്ലിമീങ്ങളാണ്, എന്നാലും ഹിന്ദുക്കളുണ്ട്, ഹിന്ദു സഹോദരന്മാർ ധാരാളമുണ്ട്. അവരുടെ അടക്കം വീടുകളിലേക്ക് 30 ദിവസം സമൃദ്ധമായി കഴിക്കാനുള്ള ഭക്ഷ്യവിഭവങ്ങൾ ആ വീട്ടിലെത്തിക്കും, നേരത്തെ എത്തിക്കും. ഒരു ചാക്ക് പഞ്ചാരയോ അല്ലെങ്കിൽ അര ചാക്ക് പഞ്ചാരയോ ഒരു പാക്കറ്റ് തേയിലൊന്നുമല്ല, 30 ദിവസം കംപ്ലീറ്റ് കഴിക്കാനുള്ള വിഭവങ്ങൾ. ഇപ്പം ഞങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്ന് ഒരു മുസൽമാൻ 30 ദിവസം നോമ്പ് പിടിച്ചവൻ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു പാവപ്പെട്ടവന് കൊടുക്കണം, അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ആഘോഷത്തിൽ അപരന് ആശ്വാസമായി. ഈ ബലിപെരുന്നാൾ വരുമ്പോഴോ മൃഗത്തിന്റെ ചോര അറുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയല്ല, അതിന്റെ മാംസം മനുഷ്യരിലേക്ക് എത്തുകയാണ്, അത് ആഹരിക്കാൻ കൊടുക്കുകയാണ്. ഇതാണ് മുസൽമാൻ്റെ ആഘോഷം. കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഒറ്റക്കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ ആഘോഷിക്കുക. അതിൻ്റെ പേരിൽ മറ്റൊരുത്തൻ്റെ തോളെ കയറിയിട്ട് അതിന് ജനങ്ങൾക്ക് അംഗീകാരം കിട്ടാനും അറിയപ്പെടാനും ശ്രമിക്കരുത്. തോറ്റുപോകും. കാരണം അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ആശയവും മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമാണ് മനസ്സിലാക്കുക. അതിനെ തോൽപ്പിക്കാൻ പാടാ സ്വാമിയെ. ഓക്കെ അല്ലേ? അപ്പോൾ ചങ്ങായിമാരെ, ഉസ്താദ് ഈ സ്വാമിക്ക് കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ എൻ്റെ നല്ലവരായ ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ സന്യാസിമാരെ അകറ്റി നിർത്തുക, നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. സന്യാസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദായത്തിന് നേതൃത്വം നൽകുന്നവർ, സമുദായത്തിൻ്റെ ആളുകൾക്ക് നല്ല അറിവുകളും മാർഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് ഈ സന്യാസിമാർ. ഇതുപോലത്തെ വർഗീയത പറഞ്ഞ് മതങ്ങൾ തമ്മിൽ തെറ്റിച്ച്, ആളുകൾ തമ്മിൽ തെറ്റിച്ച് വർഗീയത പറയുന്ന ഇവരൊക്കെ എന്തിനാണ് സന്യാസികളായി കൂട്ടുന്നത്? ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തുക എന്ന് എനിക്ക് പറയാനുള്ളൂ.